പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ വീണ്ടും അപമാനിച്ചിരിക്കുകയാണ് ബീഹാറിലെ കോൺഗ്രസ്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഒരു യാത്ര നടക്കുമ്പോൾ മൈക്ക് കെട്ടിവെച്ചിട്ടാണ് ഒരു മുസ്ലിം കോൺഗ്രസ്സുകാരൻ മോദിയുടെ അമ്മയെയും മോദിയെയും ചേർത്ത് കേട്ടാലറയ്ക്കുന്ന അശ്ലീലം മൈക്കിലൂടെ പ്രസംഗിച്ചത്. അതിൻ്റെ പേരിൽ ബീഹാറിൽ വലിയ പ്രശ്നമുണ്ടായി. ഞാൻ പ്രതീക്ഷിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഭാവി പ്രധാനമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു സദാചാര മൂല്യമുണ്ട്. ഒരു എതിർപക്ഷത്തുള്ള ആളുകളെക്കുറിച്ച് പറയുന്നതിന് പരിധി, അതും ഭൂമിയിൽ ഇന്നില്ലാത്ത വൃദ്ധയായ ഒരു മാതാവിനെക്കുറിച്ച് മകനെയും ചേർത്ത് അശ്ലീലം പറഞ്ഞത് തെറ്റാണെന്ന് രാഹുൽ ഗാന്ധി പറയുമെന്ന് ഞാനൊന്ന് കരുതിപ്പോയി. ഒരക്ഷരം രാഹുൽ ഗാന്ധി മിണ്ടിയില്ല. അപ്പോൾ രാഹുലിൻ്റെ സംസ്കാരം ഈ മൈക്കിലൂടെ തെറി പറഞ്ഞ ആളേക്കാളും താഴെയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ നിലപാട്. സത്യത്തിൽ രാഹുലിൻ്റെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ അന്ന് എനിക്കിതിൽ പങ്കില്ല, അത് വളരെ മോശമാണ്, ഞാനതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ സ്റ്റേച്ചർ എത്രമാത്രം വലുതാകുമായിരുന്നു. അതിനയാൾ തയ്യാറായില്ല. അയാളുടെ ശരീരഭാഷ ഒരു ഗുണ്ടയെ പോലെ നടക്കുന്ന, എനിക്ക് ആരെയും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ അതിന് അർഹതപ്പെട്ട ആളാണ്, ഞാൻ എന്തും പറയും എന്നുള്ള ഒരു ധാർഷ്ട്യം കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? ഇത് ബീഹാർ കോൺഗ്രസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് എക്സിൽ ഒരു വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. 36 സെക്കൻഡാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ അവർ എഴുതിയിട്ടുണ്ട്, മാ അപ്പിയേഴ്സ് ഇൻ സാഹബ്സ് ഡ്രീംസ്. സാഹബിന്റെ സ്വപ്നത്തിൽ അമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ ഈ വീഡിയോ കണ്ടതാണ്. മോദിയുടെ അമ്മ ഹീരാബെന്നിന്റെ ഛായയിൽ തന്നെ ഉള്ള ഒരു മെലിഞ്ഞ വൃദ്ധ, ആ പ്രായത്തിൽ തന്നെ അവര് മകന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ ഇങ്ങനെയൊന്നുമല്ല നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് മകനെ കാണിക്കുന്നുണ്ടോ? മകനെ മോദിയെ കാണിക്കുന്നുണ്ട്. മോദിയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫിഗർ മോദിയും ഈ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ എന്നിട്ട് കുറെ ചീത്ത ശകാരം ഒക്കെ മോദിയെ പറയുന്നതായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. 36 സെക്കൻഡാണ് ഉള്ളത്. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യക്തിഹത്യ മോദിയെ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. മാത്രമല്ല, മോദി ആയിരിക്കുമല്ലോ പ്രധാനപ്പെട്ട ഒരു പ്രചാരകൻ. ആ പ്രചാരകൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ വ്യക്തിപരമായ ആക്രമണം കോൺഗ്രസ് മോദിക്കെതിരെ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ BJP പറഞ്ഞു കഴിഞ്ഞു, മാപ്പ് പറയണം കോൺഗ്രസ്. അവിടെ ഒരു ദിവസം NDA ബന്ദ് നടത്തി. എന്നിട്ട് അന്നും പറഞ്ഞിരുന്നു മാപ്പ് പറയണമെന്ന്, ചെയ്തില്ല. എന്നിട്ട് ഇത് വികാരം വ്രണപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന് BJP പറഞ്ഞിട്ടുണ്ട്. BJPയുടെ MP രാധാ മോഹൻദാസ് അഗർവാൾ പറഞ്ഞു, മോദി എന്നും രാഷ്ട്രീയത്തെ കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ള ഒരാളാണ്. മുമ്പും കോൺഗ്രസ് അമ്മയെ ആക്രമിച്ചിരുന്നു മോദിയുടെ, അതും വേദനാജനകമായിരുന്നു. ഇപ്പോൾ അന്നും മൈക്കിൽ കൂടി തെറി പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അമ്മയും മോദിയും ആക്രമിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ അമ്മമാരെയും അപമാനിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതിപ്പെടും. BJPയുടെ വക്താവ് ഷഖ്സത്ത് പൂനാവാല പറഞ്ഞു, എല്ലാ അതിരും കടന്നിരിക്കുന്നു. ഇത് മറ്റേ ഗാന്ധിവാദിക്ക് പകരം ഗാലിവാദി ആയിരിക്കുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഈ ഓട സംസ്കാരം, ഓടവാദികളായിരിക്കുന്നു അവര്. നാണം കെട്ട പരിപാടിയായിപ്പോയി. മുമ്പ് ദർഭംഗയിൽ ഓഗസ്റ്റ് 27-ാം തീയതിയാണ് മൈക്ക് കെട്ടി തെറി വിളിച്ചത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു റാലി കടന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന്, മുസഫർപൂരോ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ദർഭംഗയിൽ ആ കൂടി നടന്ന എന്ന് പറഞ്ഞാൽ മുസ്ലിം മേഖല അവിടെ സംഘടിപ്പിച്ച നേതാവ് മുമ്പ് ഡൽഹിയിൽ 2 തവണ മത്സരിച്ചിട്ടുള്ള ആളാണ്. അയാളുടെ അനുവാദത്തോടു കൂടി ആ അണികൾ വിളിച്ചു പറഞ്ഞ തെറിയായിരുന്നു. എന്ന് പറഞ്ഞാൽ മുസ്ലിം അണികൾ എന്ന് പറയാവുന്ന RJDയുടെ കുറേ ആളുകളും ഉണ്ടാവും. പച്ചത്തെറിയാണ് പറഞ്ഞത്. നമ്മളത് കണ്ടതാണ്, പുറത്ത് നമുക്ക് പറയാൻ കൊള്ളില്ലത്. കാരണം മോദിയുടെ അമ്മയെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ, മോദി അന്ന് പറഞ്ഞു സങ്കല്പിക്കാനാകാത്തതാണ് നടന്നിരിക്കുന്നത്. അന്ന് മോദി പറഞ്ഞു
എല്ലാ അമ്മമാർക്കും അപമാനമാണ്, സഹോദരിമാർക്കും പെൺകുട്ടികൾക്കും അപമാനമാണ്. എൻ്റെ അമ്മയ്ക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വനിതാ നേതാക്കൾ, പ്രവർത്തകരെല്ലാം 5 മണിക്കൂർ അവിടെ ബന്ധും ഉപവാസവും ബീഹാറിൽ നടത്തിയിരുന്നു. സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്നതാണ് ഇത് എന്നും പറഞ്ഞിരുന്നു. ഈ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് വീഡിയോയും കണ്ടപ്പോൾ തോന്നി. ശരിക്കും ഞെട്ടിക്കുന്നതാണ് ഈ വീഡിയോ. മറച്ചു വെച്ചിട്ടില്ല, ഏതോ ഒരു സ്ത്രീയാണെന്നോ ഏതോ ഒരാളാണെന്നോ ഒന്നുമുള്ള തോന്നലില്ല. ആ രൂപമൊക്കെ അങ്ങനെ തന്നെ. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പാഠം പഠിക്കുന്നില്ല. കാരണം ഈ മോദിയുടെയും അമ്മയെ ചീത്ത വിളിച്ച ആ സംഭവം വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കും ഇടയ്ക്ക് ബീഹാറിൽ നിന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ആളുകളുണ്ട്. അവിടെ ആളുകൾക്കിടയിൽ വലിയ ചർച്ചയായി. അത്രയും വലിയ ചീത്ത മൈക്ക് കിട്ടി നരേന്ദ്രമോദിയെയും മാതാവിനെയും വിളിച്ചത് ആളുകൾക്കിടയിൽ, സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഒന്ന് മാപ്പ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നൊരു മൈലേജ് വലുതായിരുന്നു. അതൊന്നും ഈ മണ്ടൻ ചെറുക്കനല്ല, യുവാവെന്നൊക്കെ 55 വയസ്സ് പറയാൻ പറ്റില്ല. ഈ മണ്ടന് നിറഞ്ഞ് പെരയുടെ മുകളിൽ കൂടിയൊക്കെ പോയി. അത് ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും പോയിട്ട് വന്നതല്ലേ. ജോനിത വിൻസിയും നോഷക് വിൻസിയെയും മിനാക് വിൻസിയൊക്കെ കണ്ട് മലേഷ്യയിൽ പോയി, അവിടെ പോയി അർമാദിച്ചിട്ടല്ലേ വന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അതൊന്നും കുഴപ്പമില്ല. ഏതായാലും ഒന്ന് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൽ ഖേദിക്കുന്നു, എൻ്റെ പാർട്ടി പ്രവർത്തകർ എൻ്റെ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, ഞങ്ങളെല്ലാ അമ്മമാരെയും മാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ മൈലേജായി ജനം ക്ഷമിക്കുമായിരുന്നു. അതിനുശേഷം വീണ്ടും അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ആ കൂടെയുള്ള ആളുകൾക്ക് യഥാർത്ഥ രാഷ്ട്രീയം അറിയില്ല, ജനങ്ങളുടെ വികാരം അറിയില്ല, എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നറിയില്ല. അഹന്ത, എന്തൊരു ആ മനുഷ്യൻ്റെ ശരീരഭാഷ കണ്ടിട്ടുണ്ടോ നടന്നു വരുന്നത്? എന്തോ ഗുസ്തിക്ക് പോകുന്ന പോലെ എന്തൊരു ധാർഷ്ട്യമാണ്. ഒരു മല്ലനെ പോലെ നടന്നു വരുന്നു, ആരെയും കൂസുന്നില്ല. അഹങ്കാരത്തിൻ്റെയൊക്കെ ഒരു കുട്ടുമുട്ടി കയറിയ ഒരു ശരീരഭാഷ എന്താണോ എനിക്ക് പറയും മനസ്സിലാവുന്നില്ല. ടി വാസുദേവൻ നായരുടെ നോവലുകൾ പണ്ട് കുട്ടിക്കാലത്ത് വായിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊന്നുമുള്ള പ്രയോഗമല്ല. മലബാറിലെ ഈ നായർ സമുദായത്തിലൊക്കെ പറയുമായിരിക്കും, മുടിയാൻ കാലത്തുണ്ടായ മുച്ചീർപ്പൻ എന്ന് ഈ നോവലുകളിൽ ആവർത്തിച്ച് ശാപവാക്കുകളുണ്ട്. കോൺഗ്രസിൻ്റെ ലിക്വിഡേറ്റർ എന്നുള്ള നിലയ്ക്ക് നിൽക്കുകയാണ് ഈ വിവരദോഷി. അപ്പോൾ മുമ്പ് ഈ ജയപ്രകാശ് നാരായണനൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഈ ബീഹാർ എന്ന് പറയുന്നത്. രാജേന്ദ്ര പ്രസാദ്, എത്ര വലിയ നേതാക്കൾ ഉണ്ടായി വന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് കർപ്പൂരി ഠാക്കൂർ, ഇവരൊക്കെ രാഷ്ട്രീയ വ്യവഹാരം നടത്തിക്കൊണ്ടിരുന്നത് ഇതുപോലെ മാന്യമായിട്ടാണ്. അതല്ലാതെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ ചീത്ത പറഞ്ഞു. മോദി തന്നെ ഒരു വലിയ പൗരൻ എന്നുള്ള നിലയ്ക്ക് വലിയ നേതാക്കളൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് അമ്മ മരിച്ചപ്പോൾ തന്നെ ഈ ശവദാഹവും ഇല്ലേ, അത് കഴിഞ്ഞുള്ള ചടങ്ങുകളൊക്കെ. അതെ അടുത്ത ദിവസം അദ്ദേഹം ഓഫീസിലും. അതെ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മ മരിക്കുമ്പോൾ ലോകത്ത് ആരൊക്കെ വരുന്നതാണ്? എത്ര ധനികര്, കോർപ്പറേറ്റുകൾ, വലിയ രാഷ്ട്രത്തലവന്മാർ ഒക്കെ വരേണ്ടതാണ്. നടത്തിയാൽ മതിയായിരുന്നു. അതെ, ഞാൻ ആലോചിക്കുമായിരുന്നു. അതായത് അത് പറയുന്നത് ശരിയല്ല, എന്നാൽ പോലും പറയുകയാണ്. അതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മാതാവ് അഭിവന്ധിയായ സോണിയാഗാന്ധി മരിക്കുമ്പോൾ നോക്കിക്കോണം, അതൊരു വലിയ മാർക്കറ്റിംഗ്, ഒരു PR വർക്കായിട്ട് മാറ്റും. ആയിരിക്കുമല്ലോ, ഉറപ്പല്ലേ? പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഷഹനായി, പിന്നെ പക്ഷേ ദിവസം തന്നെ പ്രതിമ വേണമെന്നൊക്കെ പറയും. ജൻപതിലൊരു പള്ളിയുണ്ട്, നമ്പർ 10 ജൻപതിൽ, അവിടെ വെക്കുമായിരിക്കോ? അന്ത്യകൂദാശ കൊടുക്കുമോ? ഇല്ല, അത് മറ്റേ വലിയ ബിഷപ്പ് പള്ളികളൊക്കെ ഇല്ലേ, കത്തോലിക്ക പള്ളികൾ, അതിലൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം ഇവിടെ അല്ല, പക്ഷെ അങ്ങനെ കാണിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. രഹസ്യമായിട്ടേ ചെയ്യത്തുള്ളൂ. ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ ക്രൈസ്തവ ആചാരപ്രകാരമാണ് സോണിയാഗാന്ധിയെ അടക്കിയതെന്ന് വരുമ്പോൾ ഇയാളെങ്ങനെ ബ്രാഹ്മണനാവും? അതിപ്പോ നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിന്റെ ഇപ്പൊ കഥകളൊക്കെ വരുന്നില്ലേ, അവരെ അകത്ത് കയറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ അധികാരത്തിന് വേണ്ടി ഇന്ത്യ നിന്നു കൊടുത്തത് എന്നൊക്കെ പറയുന്നില്ലേ. പശുപതിനാഥ ക്ഷേത്രം ഇത്തവണയും ആക്രമിച്ചു. ഞാൻ മറ്റൊരു കാര്യം, എന്നെ ഡൽഹിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ള ഒരാൾ അടുത്തിടെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്കറിയില്ല, ഒരു കേട്ടുകേഴ്വിയാണ്, അദ്ദേഹം പറഞ്ഞതാണ്. ഒരു പക്ഷേ രാമേന്ദ്രൻ സാറിന് അറിയായിരിക്കും. അതായത് സോണിയാഗാന്ധിയുടെ 2 മക്കളുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ 2 മക്കളെന്ന് ഞാൻ പറഞ്ഞത്, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ഈ 2 പേർക്കും ചില കുഴപ്പങ്ങളുണ്ട്. ഈ ചെറുതിലെ ചില ഓട്ടിസത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചിരുന്ന കുട്ടിയായിരുന്നു രാഹുൽ ഗാന്ധി.
പൂർണ്ണമായിട്ടല്ല, ചില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബൈപോളാർ ഡിസീസ് പ്രിയങ്ക ഗാന്ധിക്കുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചില കഥകളൊക്കെ ചിലർ പ്രചരിപ്പിക്കും. ഇതിൽ വല്ല കാര്യമുണ്ടോ? അതായത് ഇങ്ങേര് ചെറുപ്പത്തിൽ അങ്ങനെ സ്കൂളിലൊന്നും പോയിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഈ ഒരു മൈനർ ഓട്ടിസം സിംറ്റംസ് കാണിച്ച കുട്ടിയായിരുന്നു എന്ന് പറയുന്നു. അതെ, എന്താണ് എന്നോട് പറഞ്ഞത്? അതെ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് നമ്മൾ ഒരാളുടെ ശാരീരികമായ വൈകല്യങ്ങളും കാര്യമാണല്ലോ. അല്ല, ഇപ്പൊ ഒരു വൈകല്യം ഇല്ലല്ലോ. അതെ, പല വൈകല്യങ്ങളും ലോകത്ത് പല രാജ്യങ്ങളിലും ഓടി നടന്ന് ഉള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് വർക്ക് ചെയ്യുന്നു? മുഴുവൻ ദേശവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ആ പാർട്ടി എങ്ങനെയെങ്കിലും നടന്നു പോയേനെ. ഗാർഗയാണ് അപ്പൻ എന്ന് വിചാരിച്ചിട്ട് കേന്ദ്ര ഏജൻസി ഗാർഗയ്ക്ക് കത്തെഴുതിയിരിക്കുകയാണ്. ഈ ചെക്കൻ 113 തവണ കൊല്ലം കഴിച്ചു. യെല്ലോ ബുക്കിലെ വ്യവസ്ഥകൾ 113 തവണ കഴിഞ്ഞ 5 കൊല്ലം. കാരണം ഇവൻ വിദേശത്തേക്ക് പോകുമ്പോഴും കുറച്ചു നേരത്തേക്ക് മുങ്ങും. 5-8 എവിടെ പോകുമെന്ന് പറയത്തില്ല. 15 ദിവസം വിദേശ യാത്രയ്ക്ക് 15 ദിവസം മുമ്പ് അറിയിക്കണം. എങ്കിലേ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇയാൾ നിൽക്കുന്ന ഇപ്പം മുങ്ങും. ഇത്തവണ കോലാലംപൂരിൽ ചെന്ന് ഇറങ്ങുമ്പോൾ സെപ്റ്റംബർ 4-ാം തീയതി ചെന്ന് രാത്രി ഇറങ്ങുമ്പോൾ 2 സ്ത്രീകളും ഒരു പുരുഷനും സ്വീകരിച്ചത്. ആരാണ് ആ സ്ത്രീകൾ? അതെ, അത് സ്ഥിരമായിട്ട് സ്വീകരിക്കുന്നത് നമുക്കറിയാമല്ലോ. ഈ മാഫിയയുടെ ഭാഗമാണെന്നൊക്കെയുള്ള ആളുകളുടെ രാത്രിയിൽ സ്ത്രീകൾ സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നേരെ കൊണ്ടുപോയത് എല്ലാവരും ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്ന ലങ്കാവി ഐലൻഡിലേക്കാണ് കൊണ്ടുപോയത്, മലേഷ്യയിലെ. അപ്പൊ ആദ്യത്തെ 2-3 തവണ കേന്ദ്ര ഏജൻസികൾ ഇയാൾ ഇപ്പൊ വരാന്ന് പറഞ്ഞപ്പോ മൂത്രമൊഴിക്കാൻ പോയതാന്നാണ് വിചാരിച്ചത്. പിന്നെ ഇത് കുറെ മണിക്കൂറാണല്ലോ വരാതിരിക്കുന്നത്. അങ്ങനെയാണ് ഈ 113. സോണിക്ക് കത്തെഴുതാമായിരുന്നു കേന്ദ്ര ഏജൻസികൾക്ക്. അവര് മുമ്പ് എഴുതിയിട്ടുണ്ടാവും. അപ്പനാന്ന് കരുതിയിട്ടൊന്നുമല്ല, പാർട്ടിയുടെ അധ്യക്ഷനായതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കാൻ പാടില്ല. എന്തായാലും അങ്ങനെ കത്ത് ലീക്ക് ചെയ്തത് ശരിയായില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ലംഘിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ്. ഈ പ്രോട്ടോകോൾ ലംഘനം അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ യെല്ലോ ബുക്കിലെ നടപടിക്രമങ്ങൾ ലംഘിച്ചു എന്നതിനെ കുറിച്ചല്ല, അത് ഇപ്പൊ പറയാമായിരുന്നു. ഇപ്പോഴാണ് അത് പറയുന്നത്. ഞങ്ങൾ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചിരിക്കുമ്പോഴാണ് ക്കാൻ വേണ്ടിയാണ്. വോട്ട് ചോരി മ്യാൻമറിൽ ഉണ്ടാക്കിയതാണെന്ന് വ്യക്തം. അതെ, അതാണ് ഹൈഡ്രജൻ ബോംബ്. അന്ന് വേറെ ഭാഗത്തു നിന്നേ ഉള്ളൂ. ഏതായാലും രാഷ്ട്രീയം മാന്യമായി നടത്തേണ്ട ഒരു തൊഴിലാണ് ഇപ്പോൾ അമാന്യമായി നടക്കുന്നത്. എന്നാൽ പോലും രാഷ്ട്രീയത്തിൽ പങ്കാളികളല്ലാത്ത വീട്ടുകാരെ അതിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക, പ്രത്യേകിച്ച് അഭിബന്ധരായ മാതാപിതാക്കളെ അവർ സ്വർഗീയരായതിനു ശേഷം വിവാദങ്ങളിൽപ്പെടുത്തുക എന്നുള്ളത് ദുഷ്ടബുദ്ധിയാണ്. നിങ്ങളുടെ അമ്മയെ, എൻ്റെ അമ്മയെ ആരുടെയും ഇല്ലേ? അങ്ങനെയൊന്നും. അല്ല, അവർ രാഷ്ട്രീയക്കാരാണ് പറയും. സോണിയാഗാന്ധിയെ കുറിച്ച് പറയാൻ നമുക്ക് രംഗത്തുണ്ടെങ്കിൽ എന്തും പറയാം. അത് തിരിച്ചു പറഞ്ഞോളൂ. തിരിച്ചു പറഞ്ഞോളൂ. ശീലമാണ്. അതെ, ഇവർക്ക് എങ്ങനെ ഇവര് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് മരിച്ചുപോയ വൃദ്ധയായ ഒരു അമ്മ വന്നിട്ട് മകനെ കുറെ ചീത്ത പറയുന്ന ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.